ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് 2 റീസൈക്കിൾ ആൻഡ് റീയൂസ് ഐഡിയാസ് ഷെയർ ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് തന്നെയാണ് റീസൈക്കിൾ ചെയ്ത് എടുക്കുന്നത്. ആദ്യമായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ കുട്ടികളുടെ ടോയ് ഹൗസാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഉള്ളിലുള്ള പ്ലാസ്റ്റിക് റോഡ്സും കണക്ടറും കാര്യങ്ങളൊക്കെ ഒടിഞ്ഞു പോയിട്ടുള്ളതും അതുപോലെ ഈ ഒരു ക്ലോത്ത് കീറിപ്പോയിട്ടുള്ളതൊക്കെ ആയിട്ടാണ് ഡാമേജ് ആയിട്ടുള്ളൊരു പീസാണിത്. അപ്പോൾ ഇതിനെയാണ് നമ്മളിന്ന് റീസൈക്കിൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിതൊന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ക്ലോത്തൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ ആ ഒരു റോഡും കൂടെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ കണക്ടേഴ്സൊക്കെ നമുക്ക് കുറച്ചാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ കുറേ കണക്ടേഴ്സൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള കണക്ടേഴ്സ് വെച്ചിട്ട് ഒരു ഇതുപോലുള്ളൊരു സ്ക്വയർ ഷേപ്പാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയായിരുന്നു. കയ്യിലുള്ള റോഡ്സൊക്കെ വെച്ചിട്ട് ഒരു ബോക്സ് ഷേപ്പ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ അത് മുകളിലേക്ക് വന്നപ്പോൾ തന്നെ നമുക്ക് ആ ഒരു കണക്ടേഴ്സിൻ്റെ ഇതൊന്നുമില്ല. ആ ഒരു ബ്ലൂ കണക്ടർ വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്തെടുത്തിട്ടുള്ളത്. ആ ഒരു വൈറ്റ് കണക്ടർ വരുമ്പോഴേക്കും നമുക്ക് ആ ഒരു സ്ക്വയർ ഷേപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ബൈൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ നോക്കുമ്പോഴേക്കും ആ ഒരു സ്ക്വയർ നല്ല സൈസിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇത്രയും സൈസിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അത് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ചെറിയ റോഡ്സ് എടുത്തിട്ട് അതുപോലെ തന്നെ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള അതേ ഷേപ്പിലേക്ക് തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ബൈൻഡ് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഞാൻ കണക്ട് ചെയ്ത് ബൈൻഡ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബോട്ടം പോർഷനിലേക്ക് ഒരു എക്സ്ട്രാ 3 റോഡ്സും കൂടെ വെച്ചിട്ട് ബൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ടോപ്പിലേക്ക് നമ്മൾ 2 റോഡ്സാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു എക്സ്ട്രാ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു റോഡിൻ്റെ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതാ നമ്മുടെ ക്ലോത്തിലെ നല്ല പോർഷൻസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടും ബാക്ക് സൈഡൊക്കെയാണ് കീറിപ്പോയിട്ടുള്ളത്. ഇതിൻ്റെ സൈഡ് വശവും അതുപോലെ തന്നെ മുകളിലുള്ള ആ ഒരു പോർഷനൊക്കെ നല്ല രീതിയിലാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു ഗുഡ് കണ്ടീഷനായിട്ടുള്ള പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പോർഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ബോക്സിൻ്റെ ആ ഒരു മെഷർമെൻറ്റിലൊന്ന് സ്റ്റിച്ച് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ അതാ ഈ ഒരു പോർഷൻ സൈഡൊക്കെ ജോയിൻ ചെയ്തിട്ടാണ് ഒരു നീളത്തിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ബോട്ടം പോർഷനും കൂടെ കവർ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം ഈ ഒരു ബോഡി പാർട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ആ ഒരു മെഷർമെൻറ്റ് നോക്കിയിട്ട് ബോട്ടം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്നും ചെയ്യാനില്ല. ആ ഒരു സൈസ് അനുസരിച്ചിട്ട് ജസ്റ്റ് ആ ഒരു ഷേപ്പിലേക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. 2 സ്റ്റിച്ചിൻ്റെ ആവശ്യം വന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ അത് ആ ഒരു ബോട്ടം പാർട്ടില്ലേ അതിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു മെഷർമെൻറ്റും കൂടെ നോക്കിയിട്ട് ഒരു ഡബിൾ ലെയർ ക്ലോത്ത് വെച്ചിട്ട് അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ബോട്ടം പാർട്ടിലേക്ക്. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. ബോട്ടവും കൂടെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബോക്സിന് ഒരു കവറായിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് നല്ലൊരു ടോയ് ബോക്സൊക്കെ ആക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ എന്ത് സ്റ്റഫും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബോക്സ് ആക്കിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ എഡ്ജൊക്കെ വേണമെങ്കിൽ നമുക്കത് ഇലാസ്റ്റിക്കൊക്കെ വെച്ചിട്ട് കവർ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇനി ഇതിനൊരു ലിഡും കൂടെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അതിനായിട്ട് ഇതാ സിമ്പിളായിട്ട് ഒരു കാർഡ്ബോർഡ് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എക്സസ് വന്നിട്ടുള്ള ഈ ഒരു പോർഷനും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കത് ക്ലോത്തൊക്കെ വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ടോയുടെ ഫുൾ പീസ് യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്ലോത്തിൻ്റെ ബാക്കിയുള്ള പോർഷനാണിത്. അപ്പോൾ ഈ ഒരു പീസ് നമ്മൾ ഈ ഒരു ലിഡ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഹോട്ട് ഗ്ലൂ വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. ജസ്റ്റ് 4 സൈഡും കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ട് വരാം.
ലിഡ് ഇവിടെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഹോൾഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഈ ഒരു ഹാൻഡിലും കൂടെ സെൻറ്ററിലോട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ബോക്സിൻ്റെ സൈഡ് വശമൊക്കെ നമുക്ക് എലാസ്റ്റിക്കൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ സെക്യൂർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ഡാമേജ് ആയിട്ടുള്ള പല ഐറ്റംസും നമുക്കിതുപോലെ റീസൈക്കിൾ ചെയ്ത് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇപ്പോൾ ഇതാ ടോയ് ഹട്ടിൻ്റെ എല്ലാ ഐറ്റംസും വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ബോക്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് നല്ലൊരു സ്റ്റോറേജ് ബാസ്ക്കറ്റൊക്കെ ആക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. എക്സ്ട്രാ സ്റ്റഫ്സൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ കിഡ്സിൻ്റെ ടോയ്സൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് യൂസ്ഫുള്ളാണ്. ഞാനിപ്പോൾ ഇവിടെ ഇതാ ലോണ്ട്രി ബാസ്ക്കറ്റ് ആക്കിയിട്ടാണ് ഈ ഒരു ബാസ്ക്കറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ പല കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യാനും കൂടെ ട്രൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ലോണ്ട്രി ബാസ്ക്കറ്റ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലേ. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് DIY ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ സെക്കൻഡ് റീസൈക്കിൾ ആൻഡ് റീയൂസിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു വൈറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റാണ്. അപ്പോൾ ഈ ഒരു പ്ലേറ്റ് ടെക്സ്ചേർഡ് ആയിട്ടുള്ള പ്ലേറ്റ് ആയത് കാരണം തന്നെ ഫുഡ് ഐറ്റംസൊക്കെ സെർവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റെയിനൊക്കെ പിടിക്കാനും പിന്നെ അത് സ്ക്രബ് ചെയ്തിട്ട് റിമൂവ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ഫുഡ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു DIY ചെയ്തിട്ട് നല്ല റീസൈക്കിൾ ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതിനായിട്ട് ആക്രിലിക് വൈറ്റ് പെയിൻ്റാണ് ബേസായിട്ട് കൊടുക്കുന്നത്. അത് ഫുള്ളായിട്ട് തന്നെ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി പെയിൻ്റൊക്കെ ഒന്ന് ഡ്രൈ ആവുന്ന നേരം കൊണ്ട് നമുക്കിതിൻ്റെ സ്റ്റാൻഡും കൂടെ ഒന്ന് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 കാർഡ്ബോർഡ് റോളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു റോളാണിത്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു DIYയിൽ ഒരു സ്റ്റാൻഡിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിപ്പോൾ ഒന്നും കൂടെ റീസൈക്കിൾ ചെയ്തെടുക്കുവാണ്. അപ്പോൾ സെയിം ഹൈറ്റിൽ തന്നെയാണ് നമ്മൾ നേരത്തെ ചെയ്ത DIYയിൽ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ ആ ഒരു സെയിം ഹൈറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ 4 റോഡ് വെച്ചിട്ടുണ്ടായിരുന്നു, 4 കാർഡ്ബോർഡ് റോൾ വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ 3 എണ്ണമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 3ഉം ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോട്ട് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ സ്റ്റിക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞാനതിലേക്ക് വാൾപേപ്പർ ആയിരുന്നു സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ക്വാളിറ്റി വാൾപേപ്പർ ആയതുകൊണ്ട് തന്നെ അതിന് ഡാമേജ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ റിമൂവ് ചെയ്യുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ഫിനിഷിംഗ് ലുക്കും ഒരു ഗ്ലൈസിംഗ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് നമ്മുടെ ഗോൾഡ് പെയിൻ്റാണ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അധികം ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിലല്ല, ജസ്റ്റ് ഒരു റാൻഡംലി ഒരു സ്പ്രേ ചെയ്തെടുക്കുകയാണ് ഗോൾഡ് പെയിൻറ്റ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതാ ഞാനിവിടെ നമ്മുടെ പ്ലേറ്റ് ഒന്ന് ഇതിൻ്റെ ടോപ്പിലേക്കൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ ഹോട്ട് ഗ്ലൂ വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഇതാ അതിൻ്റെ സ്റ്റാൻഡിലേക്ക് നമ്മുടെ ഗോൾഡ് സ്പ്രേ പെയിൻറ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റാൻഡംലി സ്പ്രേ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫുള്ളായിട്ട് തന്നെ സ്പ്രേ പെയിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ ടൈം കൺസ്യൂമിങ് ആയിരിക്കും, പിന്നെ നല്ല പെർഫെക്ഷനിൽ ചെയ്തെടുക്കുകയും വേണം. ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും ഒരു ഫാൻസി ലുക്ക് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഗോൾഡ് ആൻഡ് വൈറ്റ് വന്നപ്പോൾ തന്നെ നല്ലൊരു എലഗൻ ലുക്കിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്ത് പോകാനും കൂടെ മറക്കല്ലേ. Thanks for watching.